അബിൻ CPM സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നു, രാജിയില്ല എന്ന് ഇന്നലെ മന്ത്രിയും അത് വ്യക്തമാക്കിയതാണ്. ഇപ്പം കോൺഗ്രസിന്റെ ഒരു നിലപാട് ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? 1.5 വർഷം കൂടി ഉണ്ടല്ലോ നിയമസഭ പൂർത്തിയാകാൻ. തീർച്ചയായിട്ടും ഇതിനകത്ത് മന്ത്രി രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന്റെ കാരണം ഈ മന്ത്രി രാജിവെച്ചിട്ട് വീണ്ടും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹം രാജിവെച്ചിട്ട് പിന്നീട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ടായ സാഹചര്യം തിരുവല്ല കോടതിയുടേത് എന്ന് പറയപ്പെടുന്ന ഒരു വിധിന്യായവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ഈ കോടതി വിധിയിൽ, ഈ ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഇന്ററിം ഓർഡറിൽ വളരെ കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. 15ാമത്തെ പേജിൽ 20ാമത്തെ പോയിന്റിൽ this court is satisfied that the investigation conducted into crime number 600/2022 was not proper and the learned magistrate went wrong in accepting the final report. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അന്വേഷണവും ശരിയായില്ല, അതിന്റെ ഓർഡറും ശരിയായില്ല. അതിന്റെ ഓർഡർ കൊടുത്ത സാഹചര്യത്തിൽ തന്നെ അരുൺ സംസാരിച്ചത്, അരുൺ പറഞ്ഞത് കേട്ടില്ലേ? അതായത് CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഹർജിക്കാരനുണ്ടായിരുന്നു, അത് വേണ്ട എന്ന് കോടതി പറയുന്നു. അതോടൊപ്പം ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിച്ചാൽ മതി എന്നുള്ളത് ക്രൈംബ്രാഞ്ചിനുള്ള ഒരു അപ്രീസിയേഷൻ എന്നാണ് അരുൺ പറഞ്ഞത്. എന്ത് അപ്രീസിയേഷൻ? ഇപ്പോൾ നടത്തിയ അന്വേഷണം ശരിയായില്ല എന്നും ആ കോടതി വിധി ശരിയായില്ല എന്നും ഹൈക്കോടതി പറഞ്ഞാൽ അതിന്റെ മേൽ ഏജൻസിക്ക് വിടുക എന്നുള്ളത് സാമാന്യ തത്വമാണ്. ഇതിപ്പോ ഒറ്റയടിക്ക് ഇത് CBIക്ക് വിട്ടില്ല എന്നിരിക്കും. ഇനി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തേടും. ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലും ഇങ്ങനെ തന്നെ ഒരു സ്വജനപക്ഷപാതം. ഇത് 1.5 വർഷത്തിനല്ല, ആ കേസ് വളരെ കൃത്യമായിട്ട് നടത്തിയാൽ 1.5 കൊല്ലം എന്നല്ല. സജി ചെറിയാൻ ജീവിതത്തിൽ ഒരിക്കലും ഇനി നിയമസഭ കാണില്ല. കാരണം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഈ രാജ്യത്ത് മുഴുവൻ നമ്മുടെ മുമ്പിലുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഭരണഘടന എന്ന് പറഞ്ഞാൽ കുന്തവും കുടച്ചക്രവുമാണെന്നാണ്. ആ എന്നിട്ട് ഇത് പറഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ആ ഭരണഘടനയിൽ തന്നെ അദ്ദേഹം തൊട്ട് സത്യം ചെയ്തു പറഞ്ഞു ഈ ഭരണഘടനയോട് വിശ്വാസത്തെയും കൂറും പുലർത്തുമെന്ന് പറയും. ഇതെന്ത് ഇരട്ടത്താപ്പാണ്? പിന്നെ CPM ഇതിനകത്ത് എടുക്കുന്ന നിലപാട് ഈ കേരളത്തിന്റെ നിയമസഭ തല്ലിപ്പൊളിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും വാദിക്കുന്ന പാർട്ടിയാണ് CPM. അതായത് ഈ ലോകം മുഴുവൻ കണ്ട ദൃശ്യങ്ങൾ 2 മണിക്കൂർ കേരളത്തിന്റെ നിയമസഭയിൽ പേക്കൂത്ത് നടത്തി ആ ബെഞ്ചിന്റെ മുകളിലേക്ക് കയറി സ്പീക്കറിന്റെ ഡയസ് എടുത്ത് പുറത്തെറിഞ്ഞ് കമ്പ്യൂട്ടർ നശിപ്പിച്ച ആ സംഭവം അത് ഇതേവരെ ചെയ്തിട്ടില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്ന CPM ഈ കാര്യത്തിൽ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അത്ഭുതപ്പെടാനുള്ളൂ. അതുകൊണ്ട് വളരെ കൃത്യമാണ്. സജി ചെറിയാൻ ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനമല്ല MLA സ്ഥാനത്ത് പോലും തുടരാൻ യോഗ്യതയില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം ഈ പാർട്ടി ഭരണഘടനയോടോ ഈ രാജ്യത്തെ നിയമസംഹിതയോടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിധേയത്വം പുലർത്തുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മന്ത്രിയെ തുടരാനാവില്ല. കഴിഞ്ഞ കൊല്ലം CPM തന്നെ ഭരണഘടനാ സദസ്സ് നടത്തിക്കൊണ്ട് സീതാറാം യെച്ചൂരി അന്തരിച്ച CPMന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഈ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയത എന്ന് പറയുന്നതെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു മന്ത്രി തന്നെയാണ് എന്നിട്ട് പ്രസ്താവന നടത്തിയത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ കുന്തവും കുടച്ചക്രമാണ്, ഇതാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്. ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും സീതാറാം യെച്ചൂരിയുടെ CPM പാർട്ടിയും അവരൊക്കെ ഈ രാജ്യത്ത് ഭരണഘടന ഒന്ന് സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി ഈ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നടത്തുന്ന സമരങ്ങളെ കുറിച്ച് അറിയാം. അപ്പോ BJPക്കാരന്റെയും RSSകാരന്റെയും നയം ഈ ഭരണഘടന ശരിയല്ല എന്നും ഇത് ബൂർഷ ഭരണഘടനയാണെന്നും ഈ ഭരണഘടന തിരുത്തി എഴുതപ്പെടണമെന്ന് പറയുന്ന അഭിപ്രായമാണ് സജി ചെറിയാൻ.